സുഹൃത്തുക്കളെ, ഞങ്ങൾ ഉച്ചയൂണ് ടൈമായി ബോട്ട് ആങ്കറിലാണ്. ഇത് പൈന്തി മീൻ കറിയാണ്. ആ കറി എങ്ങനെ ഉണ്ടാവുമെന്ന് ആ കളർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. പാത്രത്തിലേക്ക് വിളമ്പിയാണ്. ഫസ്റ്റ് സ്രാങ്കിന് വിളമ്പിയ, കാരണം ബോട്ടിൽ എല്ലാവരും ആദ്യം സ്രാങ്കിന് കൊടുത്തിട്ടേ കഴിക്കത്തുള്ളൂ. കാരണം പുള്ളിക്കാരൻ വീൽ ഹൗസിലെ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആളാണ്, മറ്റു കാര്യത്തിലേക്ക് പുള്ളി വരില്ല. അതുകൊണ്ടാണ് പുള്ളിയുടെ കയ്യിൽ ആദ്യം കൊടുക്കുന്നത്. പിന്നെ എന്നെപ്പോലെ വിശപ്പിൻ്റെ അസുഖമുള്ള ആളല്ല, വളരെ കുറച്ചേ കഴിക്കത്തുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഇപ്പോൾ പീസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എണ്ണി നിൽക്കത്തേ ഉള്ളൂ. ഞാനും അങ്ങനെ തന്നെ. എൻ്റെ പീസ് കിട്ടുന്നത് ഇങ്ങനെ നോക്കി നിൽക്കും. കുറഞ്ഞു പോയാൽ അപ്പോഴേ തന്നെ അവിടെ വഴക്കാണ്. വഴക്ക് വലിയ കാര്യമായിട്ടുള്ള വഴക്ക് കൂടില്ല, തമാശയ്ക്ക് വഴക്ക് കൂടും. പിന്നെ അതൊരു രസമാണ്. പിന്നെ പകുക്കുന്ന ആളുടെ ഒരു ഉത്തരവാദിത്വമാണ് കൃത്യമായിട്ട് എല്ലാവർക്കും ഒരേ കണക്ക് വിളമ്പുക എന്നുള്ളത്. ഒരാൾ വിളമ്പും, ആ വ്യക്തി തന്നെ എല്ലാ കാര്യവും വിളമ്പിയെടുത്ത് കൊടുക്കുന്നത്. ആദ്യം കഷ്ണം വയ്ക്കും, പിന്നെ ചാറ് ഒഴിക്കത്തുള്ളൂ. കാരണം പീസ് വെച്ചതിന് ശേഷമേ ഗ്രേവി ഒഴിച്ച് മാറത്തുള്ളൂ. പിന്നെ എല്ലായ്പ്പോഴും അവരവർ സ്വന്തമായിട്ട് വിളമ്പി കഴിക്കാനുള്ള പരിപാടി പറ്റില്ല. കാരണം നല്ല മീനൊക്കെ വെട്ടുമ്പോൾ ആളുകൾ തോനെ പീസ് എടുത്ത് തിന്നുക, കിട്ടാത്ത ആളപ്പോഴേ തന്നെ പരാതിയാവും, പിന്നെ അത് പിണക്കമായി. അപ്പം അതുകൊണ്ട് കറി വിളമ്പുന്ന ആൾ തന്നെ എല്ലാവർക്കും വിളമ്പി വയ്ക്കുക. കംപ്ലീറ്റ് ആളും വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ സ്രാങ്ക് മാത്രമേ കഴിച്ചു തുടങ്ങിയുള്ളൂ. എല്ലാവരും ഇങ്ങനെ ഫുഡിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. വിളമ്പി ഏകദേശം തീരാറായി. ഒരാൾക്ക് ഒരു 6 പീസ് വീതം വെച്ചിട്ടാണ് ഇപ്പോൾ വിളമ്പുന്നത്. പിന്നെ പൈന്തി എന്ന് പറയുന്നത് നല്ല മാംസമുള്ള മീനാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഇയാൾ കല്ലിൻ്റെ ഏരിയയിൽ താമസിക്കത്തുള്ളൂ. എല്ലായിടത്തും ഒന്നും എപ്പോഴും വന്ന് കിട്ടത്തില്ല. കല്ലിനോട് ചേർന്ന് തന്നെ നിൽക്കുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് അതിനനുസരിച്ചുള്ള രുചിയും മീനുണ്ട്. ഗ്രേവി കുറച്ചൊഴിച്ചാൽ മതി, കാരണം അമ്മാതിരി എരിയാണ്. അതാണ് ഇങ്ങനെ കറക്കി കറക്കി ഒഴിക്കുന്നത്. ഒരുപാട് ഒഴിക്കുന്ന ആൾ അപ്പോഴേ തന്നെ മൂക്കളയും കണ്ണീരുമായിട്ടായിരുന്നു ചോറ് തിന്നത്തുള്ളൂ. മൂക്കിൽ നിന്നും വെള്ളം വരും, കണ്ണിൽ നിന്നും വെള്ളം വരും. പുള്ളിയാണ് ഈ കറി വെച്ചത്. പുള്ളി തന്നെ കഴിച്ചു നോക്കിയേ. ആൾ ഓക്കെ ആണെന്നാണ് പറയുന്നത്. എല്ലാവരും തിന്നു തുടങ്ങി. ഒരു സൈഡിൽ ഇരുന്നാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പുറത്തൊക്കെ നല്ല വെയിലാണ്. ഇത് ഞങ്ങളുടെ പത്രോസ് അപ്പച്ചൻ, ഞങ്ങളുടെ ബോട്ടിൽ ഏറ്റവും പ്രായമുള്ള കാരണവരാണ്. ഞാനും ചോറെടുത്തിട്ടുണ്ട്.